മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ചിത്രീകരണ സമയത്തെ ഏറ്റവും വലിയ ആശങ്ക കൺമണി എന്ന ഗാനത്തെക്കുറിച്ചായിരുന്നുവെന്ന് അഭിനേതാവും സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറുമായ ഗണപതി. ഈ പാട്ടില്ലാതെ സിനിമ നടക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്നും ക്ലൈമാക്സ് സീനിൻ്റെ സ്പിരിറ്റ് കൺമണി എന്ന ഗാനമാണെന്നും ഗണപതി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ പാട്ടില്ലെങ്കിൽ സിനിമ ഇല്ലെന്ന് സംവിധായകൻ ചിദംബരം ആദ്യമേ പറഞ്ഞിരുന്നു. ക്ലൈമാക്സ് സീനിൻ്റെ സ്പിരിറ്റ് കൺമണി ഗാനമാണ്. പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് വടം വലിച്ചത്. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുൻപേ കൺമണി പാട്ടിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു. ഒരു സമയത്തെ പാട്ടിൻ്റെ റൈറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്നായിരുന്നു. എത്രയാകും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ചിന്തയുണ്ടായിരുന്നു. റൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്താലോ എന്ന് ചിന്തിച്ചപ്പോൾ പോലും ഈ പാട്ടില്ലാതെ സിനിമ നടക്കില്ലെന്ന് കൃത്യമായി അറിയാമായിരുന്നു. രാജ് കമലിൻ്റെ കയ്യിലായിരുന്നില്ല പാട്ടിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത്. സോണിയുടെ ഹിന്ദിയിലെ ഏതോ പ്രൊഡക്ഷൻ കമ്പനിയുടെ പക്കലായിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത തുകയ്ക്കാണ് റൈറ്റ്സ് കിട്ടിയത്. സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാത്രി മിക്ക ദിവസവും ഈ പാട്ട് നമ്മൾ കേൾക്കുമായിരുന്നു. 5000 പ്രാവശ്യമെങ്കിലും നമ്മളിത് കേട്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ സിനിമ എത്തുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ആലോചിച്ച് രോമാഞ്ചം വന്നിട്ടുണ്ട്. ഗണപതി ദ ക്യൂ സ്റ്റുഡിയോസിനോട് പറഞ്ഞു. 2006 നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്തു നിന്നും 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതിലൊരാൾ ഗുണ കേവ്സിൽ കൊടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ വിജയം നേടി മഞ്ഞുമ്മൽ ബോയ്സ് പ്രദർശനം തുടരുകയാണ്. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 150 കോടി രൂപയോളമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്.